Sacred Heart Higher Secondary School and CISCE Junior College Changanasheri, which is run by Archdiocese of Changanasheri. Welcome one and all to the online teaching segment. This is the 11th segment of UKG B. Let's move to the videos. Good morning, children. How are you? All are fine. Today we are going to learn English. In English, we learn about animals' sound. Do you like animal? And do you like their sound? Yes. We all of us like animal to hear the sound of animals. Here some. Read the question. Read the sounds of these animals. ഈ animalsന്റെ sound വായിക്കാനാണ് പറഞ്ഞേക്കുന്നത്. What is the sound of dog? How dog is barking? Bow bow. അല്ലേ? Bow bow. See? Bow bow. How bird is crying? Chick 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 chick. Sound. Cow is making sound. And how? Moo. Moo. Then how cat is making sound, or how is the cat crying? Meow meow. Then how does the duck make sound, or how does the duck cry? Quack quack quack. Quack quack. How does the lion is cry? Lion is roaring. അല്ലേ? അലറുക അല്ലേ? Then again, just you can read this sound of these animals. അതൊന്നും പഠിക്കാനില്ല. Nothing is there to by heart. Then to read these pairs. We are saying each animal sound is a group of letter sound. അല്ലേ? ഒരു കൂട്ടം ലെറ്റേഴ്സ് കൊണ്ടാണ് ഒരു വാക്കുകളാകുന്നത്, അത് സൗണ്ട് ആകുന്നത്. അല്ലേ? ഓരോ വാക്കും പല ലെറ്റർ ഉപയോഗിച്ചാണ്. 4 letters, 5 letters, 3 letters ഇവിടെ യൂസ് ചെയ്തിട്ടുണ്ട്. Come to the next page. See, action word. Action words. Action words എന്ന് പറഞ്ഞാൽ do and say. അതതുപോലെ പറയുകയും ചെയ്യണം, ചെയ്യുകയും ചെയ്യണം. അല്ലേ? Do and say. Kneel. Kneel means മുട്ടുകുത്തുക. നമുക്ക് മുട്ടുകുത്താന്ന് പറഞ്ഞാൽ എല്ലാവരും എങ്ങനെ വിളിക്കുന്നത്? How will you call? Come, let's kneel down. Come, let's kneel down. Then മനസ്സിലായോ? Kneel means മുട്ടുകുത്തുക. Then write. Write means എഴുതുക. അല്ലേ? എഴുതുന്നതിനാണ് write എന്ന് പറയുന്നത്. Write. നമുക്ക് എഴുതാതെ എങ്ങനെ പറയും? Come, let's write. Come, let's write. അല്ലെങ്കിൽ എനിക്ക് എഴുതാൻ പറ്റുമെന്ന് എങ്ങനെ പറയും? I can write. I can write. Wipe. Wipe ചെയ്യാന്ന് പറഞ്ഞാൽ തുടയ്ക്കുക, തുടയ്ക്കുക. അല്ലേ? മോപ്പ് വെച്ച് അമ്മ വീട് എങ്ങനെ ചെയ്യുന്നത്? She is wiping. Wiping the floor. We are using mop to wipe the floor. എനിക്ക് തുടയ്ക്കാൻ പറ്റുമെന്ന് എങ്ങനെ പറയും? I can wipe. അല്ലെങ്കിൽ ഞാൻ തുടയ്ക്കുവാന്ന് എങ്ങനെ പറയും? I am wiping the floor. Then tiptoe. Tiptoe എന്ന് പറഞ്ഞാൽ വിരലെ കുത്തി ഇങ്ങനെ പൊങ്ങി നിൽക്കുന്നതിന്, വിരലെ കുത്തി പൊങ്ങി നിൽക്കുന്നതിനാണ് പറയുന്നത്. പെരുവിരലെ നിൽക്കുക എന്ന് പറയും. അല്ലേ? I can stand. I can stand in tiptoe position. I can stand in tiptoe position. എനിക്ക് tiptoe positioning നിൽക്കാൻ
our infant stage, നമ്മൾ കുഞ്ഞുങ്ങളെ ശിശുക്കളായിരുന്നപ്പോൾ ഇപ്പൊ ഇൻഫന്റ് ആണോ? അല്ല, ഇപ്പൊ ചൈൽഡ്ഹുഡ് ആണ് അല്ലേ? Now we are in childhood stage. When we were in infant stage, നമ്മൾ ശിശുക്കളായിരുന്നപ്പോൾ നമ്മുടെ കുഞ്ഞുവാവയുടെ പ്രായം, when we were in infant stage, we all of us were have crawling. നമ്മളെല്ലാവരും കഴിഞ്ഞിട്ടുണ്ട് മുട്ടൻ അല്ലേ? മുട്ടൻ അടിയാൻ ആരും നടക്കുകയല്ല. ഫസ്റ്റ് സ്റ്റേജ് ഏതാ? മുട്ടലടി, പിന്നാണ് നടക്കുന്നത്. ക്രൗളിംഗ് ഉണ്ടോ? എല്ലാവർക്കും കൂടിയുണ്ടോ മുട്ടലൊന്ന് നീന്താൻ? വീട്ടിൽ നീന്തിക്കോ കേട്ടോ. അടുത്തത് ലീപ്പ് എന്ന് പറഞ്ഞാൽ ചാടുക, എടുത്തിയാടുക. ഇങ്ങനെ ജമ്പ് ചെയ്യാനല്ല, ഇങ്ങനെ കാലകത്തി വെച്ച് ചാടിപ്പോകുന്നതിനാണ് ലോങ് ജമ്പ് പോലെ ഇങ്ങനെ കാലകത്തി വെച്ച് ചാടുന്നതിനാണ് ലീപ്പ് എന്ന് പറയുന്നത്. പിന്നെ ക്രൗച്ച് എന്ന് പറഞ്ഞാൽ ക്രൗച്ച് മീൻസ് എന്നതാ? കുത്തിയിരിക്കുക അല്ലേ? അമ്മയുടെ പണിക്ക് പോയി കുത്തിയിരിക്കത്തില്ലേ? നെക്സ്റ്റ് വൺ ഡ്രാഗ് മീൻസ് വലിച്ചോണ്ട് പോവുക അല്ലേ? ഡ്രാഗ് മീൻസ് വലിച്ചോണ്ട് പോവുക. ഐ ക്യാൻ ഡ്രാഗ് ദിസ് ട്രോളി ബാഗ്. ഐ ക്യാൻ ഡ്രാഗ് ദിസ് ട്രോളി ബാഗ്. Then verb means വീശുക, ടാറ്റ കൊടുക്കുക, കൈ വീശുന്നതിനാണ് verb. Lean, വിശുദ്ധ ചാടി നിൽക്കുക ബോർഡിൽ അല്ലേ? I lean on the board. ഞാൻ ബോർഡിൽ ചാടി നിൽക്കുകയാണ്. Lean means ചാടി നിൽക്കുക. Understood? ആക്ഷൻകാരെന്നോട് പറയാം. kneel, write, wipe, tiptoe, sweep, crowd, leap, crouch, bench, drag, verb, lean. ഇതൊന്നും ആരും എഴുതി പഠിക്കണ്ട. ഇതെല്ലാം നിങ്ങൾ ആക്ഷൻ വേർഡുകൾ പറഞ്ഞു പഠിച്ചാൽ മതി. You can read and learn. Do and say. പറഞ്ഞ് പഠിക്കുക, ചെയ്ത് പഠിക്കുക. Understood? Then take one notebook. In our notebook there is many pages we have already completed. Then again here we have some more pages with two letter words and 3 letter words. Just we can go through the pages. See, all these words are 2 letter words. This will read it twice. This രണ്ട് വർഷങ്ങളിലെ എല്ലാ വാക്കുകളും വായിച്ചു കേൾപ്പിക്കാം. When you write, you can spell and write. കേട്ടോ? When you write these words, you can spell and write. Then automatically you will learn by heart. By heart ആക്കിയില്ലെന്നും പറഞ്ഞ് don't bother about, don't worry about. When you write, you will automatically learn by heart. കേട്ടോ? ഇത് 10 times എഴുതുമ്പോഴത്തേക്ക് നമ്മളെ ഓട്ടോമാറ്റിക്കലി പഠിച്ചിരിക്കും. ഈ പഠിച്ചില്ലെന്നും പറഞ്ഞാലും ബോധേഡാകണ്ട, വറിയിടാകണ്ട. കേട്ടല്ലോ? Listen here, this will read twice. I am in. I am in. I am in. I am in. I s is. I s is. I t it. I t it. U s us. U s us. U p up. U p up.
we should read some more times. A for ant. A-N-T, ant. A for ant. A-N-T, ant. B, bat. B for bat. B-A-T, bat. C for cat. Cat. C-A-P, cat. D for den. D-E-N, den. E for egg. E-double-G, egg. F for fan. F-A-N, fan. G for gum. G-U-M, gum. H for hat. H-A-T, hat. I for ink. I-N-K, ink. These 2-letter words and 3-letter words, these two you can write and learn. When you write, spell and write, then automatically you will learn. ഇപ്പോഴത്തെ ബൈക്കാട്ടാക്കില്ലെന്ന് പറഞ്ഞ ആരും കരയണ്ട. മമ്മിയുടെ സമയവും സൗകര്യവും അനുസരിച്ച് ഇത് എഴുതി പഠിച്ചാൽ മതി കേട്ടോ. ഈ നോട്ട് ബുക്കിൽ, പ്രിന്റഡ് നോട്ട് ബുക്കിൽ നിങ്ങളുടെ മമ്മിയുടെ സമയമനുസരിച്ച് എഴുതിപ്പിക്കാൻ പറഞ്ഞാൽ മതി. അല്ലാതെ ധൃതി വെച്ചാലും എഴുതണ്ട. This is enough for today. Shall we wind up the class? Then till we meet each other, be safe at home. Bye. Good morning. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന വിഷയം മലയാളം. ഏത് വിഷയമാ? മലയാളം. മലയാളത്തിൽ നമ്മൾ സ്വരാക്ഷരങ്ങളാണ് ഈ ടേമിൽ പഠിച്ചത്. ആ മുതൽ ഐ വരെയുള്ള സ്വരാക്ഷരങ്ങളും അതുപയോഗിച്ചുള്ള വാക്കുകളും ഓരോ അക്ഷരത്തിനും പകരം നിൽക്കേണ്ട ചിഹ്നങ്ങളും നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇന്ന് നമ്മൾ സ്വല്പം റിവിഷൻ ചെയ്യാൻ പോവുകയാണ്. കാരണം നമ്മുടെ പോർഷൻ തീർന്നു, ഉടനെ തന്നെ പരീക്ഷ ഉണ്ടാകും. അതിനുവേണ്ടി ഇന്ന് നമുക്കൊന്ന് റിവിഷൻ ചെയ്തു നോക്കാം. വട്ടം ആദ്യം മുതൽ റിവിഷൻ ചെയ്തു നോക്കാം. നെല്ലളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം പറ. എല്ലാവർക്കും അറിയാല്ലേ? പക്ഷിക്ക് പകരം പഠിച്ച വാക്ക് പറവ. പക്ഷിക്ക് പകരം പഠിച്ച വാക്ക് പറവ. ഒറ്റത്തടി വൃക്ഷം പന. മിസ് പരീക്ഷ ഇട്ടപ്പോൾ പലരും തെങ്ങെന്ന് എഴുതി. നിങ്ങൾക്ക് സ്വന്തമായിട്ട് എഴുതാൻ അറിയാമോ തെങ്ങെന്ന്? ഇല്ല അല്ലേ? അമ്മമാരുടെ സഹായത്തോടെ എഴുതിയതെന്ന് മിസ്സിന് മനസ്സിലായി. അതുകൊണ്ട് പന എന്ന് തന്നെ എഴുതി പഠിച്ചോളുക. അതാണ് എളുപ്പമുള്ള വാക്ക്. തെങ്ങ് എന്ന് പറയുമ്പോൾ ഇങ്ങായുണ്ട്, ചന്ദ്രക്കലയുണ്ട്. നമ്മളതൊന്നും പ്രത്യേകിച്ച് പഠിച്ചിട്ടില്ല. കൂട്ടക്ഷരം വരുമ്പോഴേ അതൊക്കെ ആകത്തുള്ളൂ. അതുകൊണ്ട് പന എന്ന് എഴുതി പഠിച്ചോളുക. നമ്മൾ മുതിർന്ന ക്ലാസ്സുകളിലേക്ക് ചെല്ലുമ്പോൾ ഒറ്റത്തടി വൃക്ഷം ചോദിച്ചാൽ തെങ്ങ് എഴുതാം. അപ്പം നിങ്ങൾക്കത് എഴുതാനും പറ്റും. ഇപ്പം നിങ്ങൾ സ്വന്തമായിട്ട് എഴുതാൻ പറ്റുന്ന ഒരു വാക്കാണ് പന. ഇനിയും പച്ച നിറമുള്ള പക്ഷി തത്ത. ചുവന്ന ചുണ്ടുള്ള പക്ഷി തത്ത. സംസാരിക്കാൻ കഴിവുള്ള പക്ഷി തത്ത. പിന്നെ ഇവിടെ നോക്കിക്കേ, താഴെ 3 ചിത്രം കൊടുത്തിട്ടുണ്ടല്ലേ? ഇവിടെ 3 അക്ഷരവും കൊടുത്തിട്ടുണ്ട്. റ, ന, ത. വിട്ടുപോയ അക്ഷരം ഇവിടെ പൂരിപ്പിച്ചു കൊടുക്കണം. പറ എന്ന ചിത്രം കാണിച്ചിട്ട് കൊടുത്തിരിക്കുന്നത് പ ഡാഷ്. ഇവിടെ വിട്ടുപോയ അക്ഷരം നമുക്കറിയാം റ. ഇതുപോലെ തന്നെ പരീക്ഷകൾക്കും ഇതൊക്കെ ഇങ്ങനെ തന്നെ ചോദിക്കും, പഠിച്ചിരിക്കുക. പ ഡാഷ്. അവിടെ കൊടുത്തിരിക്കുന്ന ചിത്രം പന. അപ്പോൾ വിട്ടുപോയ അക്ഷരം ന. പിന്നെ തല എന്ന ചിത്രം കൊടുത്തിട്ടുണ്ട്. ഡാഷ് ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. തല എന്നെഴുതണമെങ്കിൽ അവിടെ വിട്ടുപോയ അക്ഷരം ത. മനസ്സിലായോ? ഇത്രയും സ്വരാക്ഷരത്തിലോട്ട് വരുക. ആ എന്ന അക്ഷരം ഉപയോഗിച്ച് 2 വാക്ക് എഴുതാൻ പറഞ്ഞാൽ ഏതൊക്കെ എഴുതും? നിങ്ങൾക്ക് എളുപ്പമുള്ള 2 വാക്കുകളാണ് അട, അരി. ആ എന്ന അക്ഷരം ഉപയോഗിച്ചുള്ള 2 വാക്കുകളാണ് അട, അരി. ഇനി 3 എണ്ണം ചോദിച്ചാൽ അരണയും എഴുതാം. ആ എന്ന ആയ്ക്ക് പ്രത്യേകിച്ച് ചിഹ്നങ്ങളൊന്നും ഇല്ല. ആയ്ക്ക് പകരം ചിഹ്നം ഇല്ല. ഇനി ആ എന്ന അക്ഷരം ഉപയോഗിച്ചുള്ള വാക്കുകളാണ് ആമ, ആട്. ആമ, ആട്. ആ എന്ന
അക്ഷരം ഉപയോഗിച്ചുള്ള വാക്ക് എഴുതാൻ പറഞ്ഞാൽ ആമ, ആട്. ഇതിനകത്ത് തന്നെ ആടിന്റെ പടം കാണിച്ചിട്ട് വിട്ടുപോയ അക്ഷരം പൂരിപ്പിക്കാനും വരാം. ഇനി ആമ എന്ന ചിത്രം കാണിച്ചിട്ട് ഇവിടെയും ചിലപ്പോൾ മാ തരും. ഡാഷ് മാ എന്നാണ് വരുന്നതെങ്കിൽ നമ്മൾ അവിടെ എഴുതി കൊടുക്കേണ്ട അക്ഷരം ഏതാ, പൂരിപ്പിക്കേണ്ട അക്ഷരം ഏതാ? ആ. മനസ്സിലായി? അങ്ങനെയും വിട്ടുപോയ അക്ഷരവും അവിടെ ചോദിക്കാം. പാൽ തരുന്ന മൃഗം ആട്. ഇനി ആ ആയ്ക്ക് പകരം കൊടുക്കേണ്ട ചിഹ്നം ദീർഘം. ആ ആയ്ക്ക് പകരം കൊടുക്കേണ്ട ചിഹ്നം ദീർഘം. ഈ ദീർഘം ഉപയോഗിച്ചുള്ള ഒരു വാക്കാണ് കാട്. കാട് കാട്. പ്രകാശം എഴുതാൻ പ്രയാസമായതുകൊണ്ട് നമുക്ക് കാട് എന്നെഴുതാം. കാട്. അടുത്ത വാക്ക് അക്ഷരം നോക്കിക്കേ, ഈക്ക് പകരം കൊടുക്കേണ്ട ചിഹ്നം വള്ളി. ഈ എന്ന അക്ഷരം ഉപയോഗിച്ച് രണ്ട് വാക്ക് എഴുതാൻ പറഞ്ഞാൽ ഏതൊക്കെ എഴുതും? ഇല, ഇമ. ഇല, ഇമ. ഈ എന്ന അക്ഷരത്തിന് പകരം കൊടുക്കേണ്ട ചിഹ്നം ചുറ്റിക്കെട്ടിയ വള്ളി. ഈ എന്ന അക്ഷരം ഉപയോഗിച്ചൊരു വാക്ക് എഴുതാൻ പറഞ്ഞാൽ ഈറ്റ എളുപ്പമുള്ള വാക്കാണ്, അത് എഴുതി പഠിക്കണം. ഈറ്റ. ഊ. അടുത്ത അക്ഷരം ഊ. ഊ എന്ന അക്ഷരത്തിന് പകരം ഉപയോഗിക്കുന്ന ചിഹ്നം കുനിപ്പ്. ഊ എന്ന അക്ഷരം ഉപയോഗിച്ച് രണ്ട് വാക്കുകളാണ് ഉരൽ, ഉദയം. ഒരു വാദ്യ ഉപകരണമാണ് ഉടുക്ക്. ഒരു വാദ്യ ഉപകരണമാണ് ഉടുക്ക്. ഇനി ഊ എന്ന അക്ഷരത്തിന് പകരം നിൽക്കുന്ന ചിഹ്നം ചുറ്റിക്കെട്ടിയ കുനിപ്പ്. ഊ എന്ന അക്ഷരം ഉപയോഗിച്ച് എഴുതാൻ എളുപ്പമുള്ള ഒരു വാക്കാണ് ഊണ്. ഊ എന്ന അക്ഷരം ഉപയോഗിച്ച് എഴുതാൻ എളുപ്പമുള്ള ഒരു വാക്കാണ് ഊണ്. വിട്ടുപോയ അക്ഷരം പൂരിപ്പിക്കാൻ ചിലപ്പോൾ ചോദിച്ചാൽ എങ്ങനെ എഴുതും? ഡാഷ് ന എന്നാണ് തരുന്നതെങ്കിൽ നമ്മൾ ഊ എന്നവിടെ പൂരിപ്പിച്ചു കൊടുക്കണം. അടുത്ത അക്ഷരം റ് എന്ന അക്ഷരത്തിന് പകരം നിൽക്കുന്ന ചിഹ്നം റ് കൂട്ടി രണ്ട് വാക്കാണ് ഋഷി, ഋതു, ഋഷഭം. കാളയ്ക്ക് പകരം പഠിച്ച വാക്ക് ഋഷഭം. സന്യാസിക്ക് പകരം പഠിച്ച വാക്ക് ഋഷി. പിന്നെ ഋ എന്ന അക്ഷരം ഉപയോഗിച്ച് എഴുതാൻ പറഞ്ഞ എളുപ്പമുള്ള വാക്കുകളാണ് ഋഷി, ഋതു. കണ്ടോ? വിട്ടുപോയ അക്ഷരം എഴുതാം, പൂരിപ്പിക്കാനാ. അപ്പം, ചിത്രം അപ്പമാണ്. ഡാഷ് ഇപ്പം എന്നാ കൊടുത്തിരിക്കുന്നത്. രണ്ട് അക്ഷരങ്ങള് ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ആയും ഉണ്ട്. അപ്പം വിട്ടുപോയ അക്ഷരം ആ. അടുത്ത ചിത്രം ആന. ഡാഷ് ന. ഇവിടെ കൊടുത്തിരിക്കുന്ന രണ്ട് സ്വര അക്ഷരങ്ങളാണ് ആയും. വിട്ടുപോയ അക്ഷരം ആ. അടുത്ത ചിത്രം ഇല. ഡാഷ് ല. ഇവിടെ ഈ ഉണ്ട്. ഏതാ ഇവിടെ യോജിച്ചത്? ഈ ഇവിടെ എഴുതണം. അടുത്തത് ഉരൽ. ചിത്രം ഉരൽ. ഡാഷ് ര ഇൽ. ഊ ഈ രണ്ട് അക്ഷരങ്ങൾ ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഊ ഉണ്ട്, ഈയും ഉണ്ട്. അതിൽ അനുയോജ്യമായ അക്ഷരം ഊ. ഉരൽ. ഏയ്ക്ക് പകരം നിൽക്കുന്ന ചിഹ്നം പുള്ളി. ഈ ഏയ്ക്ക് പകരം നിൽക്കുന്ന ചിഹ്നം പുള്ളി. എ എന്ന അക്ഷരം ഉപയോഗിച്ച് മൂന്ന് വാക്കുകളാണ് എരുമ, എട്ടുകാലി, എലി. എരുമ, എലി. ഇത് രണ്ടും എഴുതി പഠിക്കുക. പാൽ തരുന്ന ഒരു മൃഗം എരുമ. എ എന്ന അക്ഷരത്തിന് പകരം നിൽക്കുന്ന ചിഹ്നം കെട്ടുപുള്ളി. എ എന്ന അക്ഷരം ഉപയോഗിച്ചുള്ള മൂന്ന് വാക്കുകളാണ് ഏണി, ഏലം, ഏത്തപ്പഴം. അതിൽ ഏണി, ഏലം ഈ രണ്ട് വാക്കുകൾ എഴുതി പഠിക്കാൻ എളുപ്പമാണ്. ഇനി അടുത്ത ഐ എന്ന അക്ഷരത്തിന് പകരം നിൽക്കുന്ന ചിഹ്നം രണ്ട് പുള്ളി. ഐ എന്ന അക്ഷരം ഉപയോഗിച്ചുള്ള വാക്കുകളാണ് ഐക്യം, ഐതിഹ്യം, ഐരാവതം. ഇനി ഈ രണ്ട് പുള്ളി ഉപയോഗിച്ചുള്ള ഒരു വാക്കാണ് കൈ. രണ്ട് പുള്ളി ഇടുക, കാ എഴുതുക. കൈ. ഇവിടം വരെയാണ് നമുക്ക് ഈ ടൈമിൽ
പഠിക്കാനുള്ളത് ഇനി മിസ് പേപ്പറിൽ എഴുതി കാണിക്കാം. മിസ് ഇവിടെ ആ എന്ന അക്ഷരം എഴുതിയിട്ടുണ്ട്. ഊ എന്ന അക്ഷരം എഴുതി, ഇറു എഴുതി, എ എഴുതി. അപ്പുറ സൈഡിൽ ചിഹ്നങ്ങളാണ് കൊടുത്തിരിക്കുന്നത്. കുനിപ്പ്, ചുറ്റിക്കെട്ടിയ വള്ളി, ചുറ്റിക്കെട്ടിയ കുനിപ്പ്, ഇറുവിൻ്റെ റ്, രണ്ട് പുള്ളി, വള്ളി, ദീർഘം, പുള്ളി, കെട്ടുപുള്ളി. ഇതിൽ ആയ്ക്ക് പകരം ഇതിൽ നിന്ന് ഏത് ചിഹ്നം നിങ്ങൾ സെലക്ട് ചെയ്യും, ചൂസ് ചെയ്യും? ആയ്ക്ക് പകരം ഇവിടെ നിൽക്കേണ്ട ചിഹ്നം ഏതാണ് എന്ന് ചോദിച്ചാൽ ഇതിൽ നിന്നും ഏത് ചിഹ്നം നിങ്ങൾ എടുത്തെഴുതും? ഏത് ചിഹ്നമാണ് നിങ്ങൾ എഴുതുന്നത്? ദീർഘം എഴുതും അല്ലേ? ആയ്ക്ക് പകരം ഇവിടെ നമ്മളെ ദീർഘം ഇട്ട് കൊടുക്കും. ഇനിയും അടുത്ത അക്ഷരം വായിച്ച് ഊ. ഊവിന് പകരം ഇവിടെ അനുയോജ്യമായ ചിഹ്നം ഏതാ? കുനിപ്പാണോ ചുറ്റിക്കെട്ടിയ കുനിപ്പാണോ? ചുറ്റിക്കെട്ടിയ കുനിപ്പ് ഇവിടെ ഇട്ട് കൊടുക്കണം. അടുത്ത ഇറു അല്ലേ? അതിനനുയോജ്യമായ ചിഹ്നം റ്. അങ്ങനെ ഓരോ അക്ഷരത്തിനും അനുയോജ്യമായ ചിഹ്നം കൊടുക്കുക. ഏക്ക് ഇതിനകത്ത് 3 പുള്ളിയുണ്ട്, കെട്ടുപുള്ളിയുണ്ട്, 2 പുള്ളിയുണ്ട്. ഇതിലേതെടുക്കും നിങ്ങളെ? ഇതിലേതെടുക്കും? ഏക്ക് പകരം നിൽക്കേണ്ട ചിഹ്നം കെട്ടുപുള്ളി അല്ലേ? അപ്പോൾ ഇവിടെ നമ്മളെ കെട്ടുപുള്ളി ഇട്ട് കൊടുക്കണം. ഇങ്ങനെ അക്ഷരം തന്നിട്ട് അതിനനുയോജ്യമായ ചിഹ്നം ചേർക്കുക എന്ന് പറഞ്ഞാൽ ചിഹ്നം ചേർത്ത് പൂരിപ്പിക്കാൻ വന്നാൽ ഇങ്ങനെ എഴുതി കൊടുക്കുക. ബ്രാക്കറ്റിൽ ചിഹ്നം തരും, അത് നോക്കി എഴുതണം. ഇനിയും ചിഹ്നം തന്നില്ലെങ്കിലും എഴുതാൻ തക്ക പോലെ പഠിച്ചിരിക്കണം. ദീർഘം ഉപയോഗിച്ചു നിങ്ങൾക്ക് എഴുതാൻ എളുപ്പമുള്ള ഒരു വാക്കാണ് കാട്. കാട് ചന്ദ്രക്കല. അതുപോലെ വള്ളി അല്ലേ? അടുത്ത ഇനം വള്ളി. വള്ളി ഉപയോഗിച്ച് നിങ്ങൾക്ക് എഴുതാൻ എളുപ്പമുള്ള ഒരു വാക്കാണ് കിളി. വള്ളി, കിളി. ചുറ്റിക്കെട്ടിയ വള്ളി ഉപയോഗിച്ച് നിങ്ങൾക്ക് എഴുതാൻ എളുപ്പമുള്ള മറ്റൊരു വാക്കാണ് ഏത്? കീരി അല്ലേ? ചുറ്റിക്കെട്ടിയ വള്ളി, വള്ളി, കീരി. ഇനിയും കുനിപ്പ്. കുനിപ്പ് ഉപയോഗിച്ച് നിങ്ങൾക്ക് എഴുതാൻ പറ്റിയ ഒരു വാക്കാണ് കുട. കുനിപ്പ്, കുട. ചുറ്റിക്കെട്ടിയ കുനിപ്പ്. ചുറ്റിക്കെട്ടിയ കുനിപ്പാണ് അടുത്ത് വരുന്നത്. ചുറ്റിക്കെട്ടിയ കുനിപ്പ് ഉപയോഗിച്ച് നിങ്ങൾക്ക് എഴുതാൻ പറ്റിയ ഒരു വാക്കാണ് കൂൺ. ചുറ്റിക്കെട്ടിയ കുനിപ്പ്, എഴുതി അകത്ത് കയറ്റി മുകളിലേക്ക് കൊണ്ടുപോയി പുറത്തോട്ടിറക്കണം. കൂൺ. ഇനി ഉണ്ടോ? എന്ന അക്ഷരം ഉപയോഗിച്ച് നിങ്ങൾക്ക് എഴുതാൻ എളുപ്പമുള്ള ഒരു വാക്കാണ് കൃഷി. കായ്ക്ക് ഇട്ട് കൊടുക്കുക. കായ്ക്ക് റുവിൻ്റെ ചിഹ്നം ഇടുമ്പോൾ വള്ളി, കൃഷി. ഇനി അടുത്ത ഇനം പുള്ളി അല്ലേ? പുള്ളി ഉപയോഗിച്ച് ഏക്ക് പകരം നിൽക്കുന്ന ചിഹ്നം പുള്ളി. പുള്ളി ഉപയോഗിച്ച് നിങ്ങൾക്ക് എഴുതാൻ എളുപ്പമുള്ള ഒരു വാക്കാണ് കെണി. കായ്ക്ക് പുള്ളി ഇട്ട് കൊടുക്കുമ്പോൾ എഴുതി വള്ളി ഇടുക. കെണി. ഇനി ഏക്ക് പകരം നിൽക്കേണ്ട ചിഹ്നം കെട്ടുപുള്ളി അല്ലേ? ഏക്ക് പകരം നിൽക്കേണ്ട ചിഹ്നം കെട്ടുപുള്ളി. കെട്ടുപുള്ളി ഉപയോഗിച്ച് എളുപ്പം എഴുതാൻ പറ്റിയ ഒരു വാക്കാണ് കേരളം. കായ്ക്ക് കെട്ടുപുള്ളി ഇട്ട് കൊടുക്കുമ്പോൾ കേരളം. 0 അമ്മിൻ്റെ ചിഹ്നം കേരളം. ഇനി ഐക്ക് പകരം നിൽക്കേണ്ട ചിഹ്നം 2 പുള്ളി. 2 പുള്ളി ഉപയോഗിച്ച് നമുക്ക് എഴുതാൻ പറ്റിയ ഒരു വാക്കാണ് കൈ. 2 പുള്ളി ഇട്ട് കൊടുക്കുക, എഴുതുക. കൈ. മനസ്സിലായോ? നമ്മൾ ചിഹ്നം ചേർക്കാതെയുള്ള വാക്കുകൾ, സ്വരാക്ഷരങ്ങൾ ഉപയോഗിച്ചുള്ള ആ മുതൽ ഐ വരെയുള്ള വാക്കുകൾ പഠിച്ചു. കൂടാതെ ഓരോ അക്ഷരത്തിൻ്റെയും ചിഹ്നം ചേർത്തുള്ള വാക്കുകൾ പഠിച്ചു അല്ലേ? ഇനിയും ഏതെങ്കിലും ഇഷ്ടപ്പെട്ട ഒരു റൈമും കൂടെ പഠിക്കണം.
മിസ് എല്ലാ ക്ലാസ്സുകളിലും തന്നെ ഓരോ ചെറിയ ചെറിയ റൈം അയച്ചു തന്നില്ലേ? അതിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു റൈം പാടാം. ഏത് റൈം വേണേലും പാടാം, പരീക്ഷയ്ക്ക് ചോദിച്ചാൽ കേട്ടോ. നമുക്ക് ഒരു ചെറിയ 3 വരിയുള്ള ഒരു ചെറിയ പാട്ട് കേട്ട് നമുക്ക് ഇന്നത്തെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം കേട്ടോ. ഇന്ന് ഇത്രയും പഠിച്ചാൽ മതി. ഓക്കെ, ബൈ. വീട്ടിൽ തക്കാളിയുണ്ടെന്ന് ചൊല്ലിയതാരൻ്റെ കൺമണി, ആരും ചൊല്ലിയതല്ലല്ലോ, കണ്ണാൽ കണ്ടതല്ലയോ, ഞാൻ കണ്ണാൽ കണ്ടതല്ലയോ. പാവയ്ക്ക കഴിക്കുന്നുണ്ടെന്ന് ചൊല്ലിയതാരൻ്റെ കൺമണി, ആരും ചൊല്ലിയതല്ലല്ലോ, നാവാൽ രുചിച്ചറിഞ്ഞതാ, ഞാൻ നാവാൽ രുചിച്ചറിഞ്ഞതാ. കരിവേപ്പിനു മണമുണ്ടെന്ന് ചൊല്ലിയതാരൻ്റെ കൺമണി, ആരും ചൊല്ലിയതല്ലല്ലോ, മൂക്കാൽ മണത്തറിഞ്ഞതാ, ഞാൻ മൂക്കാൽ മണത്തറിഞ്ഞതാ. തീയിൽ തൊട്ടാൽ പൊള്ളുമെന്ന് ചൊല്ലിയതാരൻ്റെ കൺമണി, ആരും ചൊല്ലിയതല്ലല്ലോ, തൊലിയാൽ തൊട്ടറിഞ്ഞതാ, ഞാൻ തൊലിയാൽ തൊട്ടറിഞ്ഞതാ. കാറ്റിന് ശബ്ദമുണ്ടെന്ന് ചൊല്ലിയതാരൻ്റെ കൺമണി, ആരും ചൊല്ലിയതല്ലല്ലോ, കാതാൽ കേട്ടറിഞ്ഞതാ, ഞാൻ കാതാൽ കേട്ടറിഞ്ഞതാ. ഹായ് ചിൽഡ്രൻ, ഗുഡ് മോർണിംഗ്. Today we are going to learn EVS. You have this book now. Take this book and in last page there is EVS. We have already learned this question answers. Let's revise once more. See, where do we live? Where do we live? We live on the earth. We live on the earth. നമ്മൾ ഈ ഭൂമിയിലല്ലേ ജീവിക്കുന്നത്? ഭൂമിക്ക് പറയുന്ന പേരെന്നാ? Earth. Then which is your country? Which is your country means name of our country. Name of our country, India. Answer is my country is India. Just only the name of the country you can say. No need to say in sentence. Then in which state do you live? ഏത് സ്റ്റേറ്റിലാണ് നമ്മൾ താമസിക്കുന്നത്? In Kerala. In Kerala. From this lesson, that much enough to learn. See the next lesson, my body. Say name of 5 parts of body. Can you say name of 5 parts of body? Head, nose, eyes, ears, mouth, hand, legs, shoulder. Then that much. Then again, see, name the parts of body which are 10 in numbers. 10 നമ്പറിൽ വരുന്ന പാർട്സ് ഓഫ് ബോഡി ഏതൊക്കെയാ? ബോഡി പാർട്സ് പറയാമോ? ഫിംഗേഴ്സ് ആൻഡ് ടോസ്. ഫിംഗേഴ്സ് ആൻഡ് ടോസ്. നമ്മുടെ 2 കയ്യിലെ വിരലും കൂടെ കൂടി 10 ഉണ്ടല്ലേ? ദെൻ 2 കാലിലെ വിരലും കൂടെ കൂട്ടിയോ? 10. ബോഡി പാർട്സ് ആർ 10 in numbers, fingers and toes. Then again see, with which body part, with which organ do you see? With which organ do you see? നമ്മൾ കാണാൻ ഉപയോഗിക്കുന്ന ഓർഗൻ ഏതാ? അല്ലെ ബോഡി പാർട്ട് ഏതാ? Eyes. I see with my eyes. To walk, നടക്കാൻ ഉപയോഗിക്കുന്ന legs. To work, hands, or to write, hands. Then to eat, mouth. To kick ball, നമ്മൾ ബോൾ തൊഴിച്ച് കളിക്കുന്നത് ഏത് ബോഡി പാർട്ട് കൊണ്ടാ? foot. Then to smell, nose. To hear, ear. To see, eyes. Are there in your family? And some of you have 4 members and some of you have 7 members. If suppose there is a small family means 3 or 4 members. Big family means more than 5 or more than 4.
നിങ്ങളുടെ വീട്ടിൽ എത്രയുണ്ടോ അതനുസരിച്ച് നിങ്ങൾക്ക് ഇവിടെ പറയാം. ക്വസ്റ്റ്യൻ, ഹൗ മെനി മെമ്പേഴ്സ് ആർ ദർ ഇൻ യുവർ ഫാമിലി? വീട്ടിൽ എത്ര മെമ്പേഴ്സ് ഉണ്ട്? അത് അമ്മയോട് ചോദിച്ചിട്ട് കറക്റ്റായിട്ട് പറയുക. ദെൻ മൈ ഗുഡ് ഹാബിറ്റ്സ്. ക്യാൻ യു സേ എനി 3 മോർണിംഗ് ഗുഡ് ഹാബിറ്റ്സ്? നമ്മൾ രാവിലെ ചെയ്യേണ്ട 3 ഗുഡ് ഹാബിറ്റ്സ് പറയാമോ? ഗെറ്റ് അപ്പ് ഏർലി ഇൻ ദ മോർണിംഗ്. വെരി ഗുഡ്. ഗെറ്റ് അപ്പ് ഏർലി ഇൻ ദ മോർണിംഗ്. ദെൻ അനദർ വൺ, ബ്രഷ് യുവർ ടീത്ത്, ടേക്ക് ബാത്ത് ആൻഡ് ഹാവ് ബ്രേക്ക്ഫാസ്റ്റ്. അത്രയുമാണ് നമ്മൾ പ്രഭാതത്തിൽ അത്യാവശ്യം ചെയ്തിരിക്കേണ്ടത്. ദെൻ our next chapter is our beautiful earth. Our beautiful earth. Where do you find many tall trees? നമ്മൾ tall trees എവിടെ കാണുന്നത്? നമ്മുടെ വീട്ടിലുണ്ട് tall trees അല്ലേ? Huge and big size trees will be in our locality. But so many huge trees where we can find in a forest. In a forest. Where do you find many tall trees? ഒത്തിരി tall trees കാണുന്നത് അവിടെ. Answer is we find many tall trees in a forest. Answer അത്രയും പറഞ്ഞാൽ മതി. In a forest. എവിടെയാ കാണുന്നത് tall trees? In a forest. See the next question. Another question. Which part of earth is covered with sand? ഭൂമിയുടെ ഏത് ഭാഗമാണ് സാൻഡ് കൊണ്ട്, മണൽ കൊണ്ട് എപ്പോഴും മൂടപ്പെട്ട് കിടക്കുന്നത്? കവേർഡ് വിത്ത് സാൻഡ്. ദ ഡെസേർട്ട് ഈസ് കവേർഡ് വിത്ത് സാൻഡ്. ഏത് ഭാഗമാ ഓൾവേസ് കവേർഡ് വിത്ത് സാൻഡ്? ഡെസേർട്ട്. ഡെസേർട്ട് എന്ന് പറഞ്ഞാൽ മതി കേട്ടോ. ഫുൾ സെന്റൻസ് പറയണ്ട. ആൻസർ ഡെസേർട്ട് എന്ന് പറഞ്ഞാൽ മതി. അല്ലേ? മരുഭൂമി അല്ലേ? മരുഭൂമി അല്ലേ എപ്പോഴും മണൽ മൂടിക്കിടക്കുന്നത്? അതുപോലെ where do you find many tall trees എന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരം പിന്നെ ഫോറസ്റ്റ് എന്ന് പറഞ്ഞാൽ മതി. അല്ല ഫുൾ സെന്റൻസ് അവിടെ പഠിക്കണ്ട. അടുത്ത പേജ് നോക്കിക്കേ. വാട്ടർ ബോഡീസ് അല്ലേ? സി നെയിം ദ വാട്ടർ ബോഡീസ് ഇൻ യുവർ പ്ലേസ്. നമ്മുടെ ലൊക്കാലിറ്റിയിലെ വാട്ടർ ബോഡിയെ കുറിച്ച് പറയാനാ പറഞ്ഞേക്കുന്നത്. ഏതൊക്കെയാ? വെൽ, ലേക്ക് ആൻഡ് റിവർ. യൂഷ്വലി we are these 3 water bodies are always we can see in our locality. Well, river and lake. Take a large water body. Ocean ആണോ lake ആണോ? Large ocean. Which is the large one? Ocean അല്ലേ? അത് ടിക്ക് ചെയ്യണം. Name 2 man-made water bodies. മനുഷ്യനുണ്ടാക്കിയ, മനുഷ്യനാൽ നിർമ്മിക്കപ്പെട്ട 2 വാട്ടർ ബോഡി ഏതൊക്കെയാ? വെൽ ആൻഡ് ഡാം. വെൽ ആൻഡ് ഡാം. വെൽ മനുഷ്യരുണ്ടാക്കുന്നതാണ്, ഡാമും മനുഷ്യൻ ഉണ്ടാക്കിയതാ അല്ലേ? വെൽ ആൻഡ് ഡാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. നെയിം എനി അതർ 2 വാട്ടർ ബോഡീസ്. മറ്റേതെങ്കിലും 2 ഇഷ്ടപ്പെട്ട വാട്ടർ ബോഡിയുടെ പേര് പറയുക. റിവർ ആൻഡ് ലേക്ക്. റിവർ ആൻഡ് ലേക്ക്. ഇറ്റ്സ് നാച്ചുറൽ അല്ലേ? ഇനി അടുത്ത നോക്കിക്കേ. See the next question. I keep everything neat and clean. I help my parents to clean the room. I keep the waste in the dustbin. Such a way we can keep our home clean and neat. അടുത്ത നോക്കിക്കേ. Safety. Pick things which you should not do to keep safe at home. Pick things which you should not do to keep safe at home. വീട്ടിലെ സുരക്ഷിതത്വത്തിന് വേണ്ടി നമ്മൾ ചെയ്യല്ലാത്ത കാര്യം എന്താണ്? പ്ലേയിങ് വിത്ത് ഫയർ ഓർ പ്ലേയിങ് വിത്ത് ഡോൾ അല്ലേ? നമ്മൾ വീട്ടിൽ ചെയ്യല്ലാത്ത കാര്യം എന്നതാ? പ്ലേയിങ് വിത്ത് ഫയർ. അത് ടിക്ക് ചെയ്യുക. Then take the correct way of crossing road. എങ്ങനെയാ റോഡ് ക്രോസ് ചെയ്യേണ്ടത്? ത്രൂ സീബ്ര ലൈൻ, ത്രൂ സൈഡ് വാക്ക്. നമ്മളെ റോഡ് ഓൾവേസ് we should cross the road using
സീബ്ര ക്രോസിംഗ്. ദെൻ അതുകൊണ്ട് നമുക്കിവിടെ സീബ്ര ലൈൻ ടിക്ക് ചെയ്യാം അല്ലേ. വഴി കുറേ മുറിച്ച് കിടക്കുമ്പോൾ നമ്മൾ സീബ്ര ക്രോസിംഗ് ആണ് ഉപയോഗിക്കുന്നത്. നോക്കിക്കേ, നെയിം 3 ഫ്രൂട്ട്സ് ദാറ്റ് യു ഈറ്റ്. നിങ്ങൾ തിന്നുന്ന 3 ഫ്രൂട്ട്സിന്റെ പേര് പറയുക. ബനാന, ആപ്പിൾ, ഓറഞ്ച്, ഗ്രേപ്സ്, നിങ്ങൾക്ക് ഇഷ്ടം പോലെ പറയാം. നെയിം 2 യെല്ലോ ഫ്രൂട്ട്സ്. 2 യെല്ലോ ഫ്രൂട്ട്സിന്റെ പേരാണ് മാംഗോ, ബനാന. മാംഗോ ആൻഡ് ബനാന. നെയിം എ ഗ്രീൻ ഫ്രൂട്ട്. ഗ്രീൻ ഫ്രൂട്ട്, ഗുവാവ. ഇനി 3 റെഡ് ഫ്രൂട്ട്സ്. ഏതെങ്കിലും ഇഷ്ടപ്പെട്ട 3 റെഡ് ഫ്രൂട്ടിന്റെ പേര് പറയുക. ആപ്പിൾ, ചെറി ആൻഡ് സ്ട്രോബെറി. നെയിം ഫ്രൂട്ട് വിത്ത് നോ സീഡ്. സീഡില്ലാത്ത ഫ്രൂട്ട് ഏതൊക്കെയാ? ബനാന ആൻഡ് പൈനാപ്പിൾ. നെയിം ഫ്രൂട്ട്സ് വിത്ത് മെനി സീഡ്. ഒരുപാട് സീഡ് ഉള്ളത് ഏതൊക്കെയാ? ഗ്രേപ്സ്, വാട്ടർമെലൻ ആൻഡ് പപ്പായ. നെയിം എ സിംഗിൾ സീഡ് ഫ്രൂട്ട്. സിംഗിൾ സീഡ് ഉള്ളത് ഏതിനകത്താ? മാംഗോ അല്ലേ. മാംഗോ, റംബുട്ടാൻ, പ്ലം, അതിനകത്തൊക്കെയാണ് സിംഗിൾ സീഡ് ഉള്ളത്. ഇത് നമുക്ക് ഇത്രവേ പഠിക്കാനുള്ളൂ. നമ്മൾ റിവിഷൻ ചെയ്ത് കഴിഞ്ഞു. വി ഹാവ് ഓൾറെഡി റിവൈസ് ദ പോർഷൻസ്. Triangle. We are going to do triangle. Draw triangle. As we know, triangle has 3 sides. 2 slanting lines and 1 sleeping line is need to draw a triangle. Here the dots have given, pattern has given. You can draw. You can trace the pattern as it shows. Then you can color also. Next page and do rectangle is here to color and draw. A rectangle has 4 sides and 4 sides. There is a 2 standing line and 2 sleeping line. അല്ലേ, ഇതാണ് സ്റ്റാൻഡിങ് ലൈൻ, ഇത് സ്ലീപ്പിംഗ് ലൈൻ. 2 standing line and 2 sleeping lines. Draw along the dotted lines to complete the rectangle. You can draw along the dotted lines to complete the rectangle. Then you can color also. Draw and color. We have already learned all the EVS portions. Then today we have revised the portion. Then this much enough for today. Then you can prepare for the exam. Until we meet each other, be safe and happy at home. Good morning to all my dear children. We learn numbers 1 to 50 in our LKG class. And we revised the numbers in last month. Today we will learn numbers 51 to 70. ഇന്ന് നമ്മൾ 51 മുതൽ 70 വരെയുള്ള നമ്പേഴ്സ് ആണ് പഠിക്കാൻ പോകുന്നത്. All of you look here. 5 1 51 5 2 52 5 3 53 5 4 54 5 5 55 5 6 56 5 7 57 5 8 58 5 9 59 6 0 60. I will repeat once again. 5 1 51 5 2 52 5 3 53 5 4 54 5 5 55 5 6 56 5 7
57, 5, 8, 58, 5, 9, 59, 6, 0, 60. 5, 1, 51, 5, 2, 52, 5, 3, 53, 5, 4, 54, 5, 5, 55, 5, 6, 56, 5, 7, 57, 5, 8, 58, 5, 9, 59, 6, 0, 60. ഇനി 61 മുതൽ 70 വരെ നമുക്ക് എങ്ങനെ പഠിക്കാമെന്ന് നോക്കാം. 6, 1, 61, 6, 2, 62, 6, 3, 63, 6, 4, 64, 6, 5, 65, 6, 6, 66, 6, 7, 67, 6, 8, 68, 6, 9, 69, 7, 0, 17. I will repeat once again. 6, 1, 61, 6, 2, 62, 6, 3, 63, 6, 4, 64, 6, 5, 65, 6, 6, 66, 6, 7, 67, 6, 8, 68, 6, 9, 69, 7, 0, 17. 6, 1, 61, 6, 2, 62, 6, 3, 63, 6, 4, 64, 6, 5, 65, 6, 6, 66, 6, 7, 67, 6, 8, 68, 6, 9, 69, 7, 0, 70. Understood? Did you understand numbers 51 to 70? Then let's write in textbook. All of you look here. Take page number 63, numbers 51 to 60. Here we have numbers 51 to 60. Then write numbers 51 to 60 in this page. Understood? Then take next page. Take page number 64. Here we have numbers 61 to 70. Then write numbers 61 to 70 in this page. കുഞ്ഞുങ്ങളെ നമ്മളിപ്പോൾ 51 മുതൽ 70 വരെയുള്ള നമ്പേഴ്സ് പഠിച്ചു. 50യുടെ കൂടെ 1ഉം കൂടെ ആഡ് ചെയ്യുമ്പോൾ 1ഉം കൂടെ കൂട്ടുമ്പോഴാണ് 51. 51ൻ്റെ കൂടെ 1ഉം കൂടെ കൂട്ടുമ്പോൾ 52. 52ൻ്റെ കൂടെ 1ഉം കൂടെ കൂട്ടുമ്പോൾ 53. അതുപോലെ ഏതൊരു സംഖ്യയുടെ കൂടെയും 1ഉം കൂടെ കൂട്ടുമ്പോൾ അടുത്ത സംഖ്യ കിട്ടും. ഇനി നമുക്ക് ടെക്സ്റ്റിൽ നോക്കി വർക്ക് ചെയ്യാം. All of you listen here. Take page number 65. Add 1 apple and say how many apples are in the basket. Write the number. There are 50 apples in this basket. And here we have 1 apple. If you add this apple with these apples, we will get 51 apple in this basket. Then write number 51 in this basket. മനസ്സിലായോ? ഈ ബാസ്ക്കറ്റിൽ 50 ആപ്പിളുകളുണ്ട്. ഇവിടെ ഒരാപ്പിളുണ്ട്. ഈ 50ൻ്റെ കൂടെ ഒരാപ്പിളും കൂടെ കൂട്ടുമ്പോൾ 51 ആപ്പിൾസ് കിട്ടും. മനസ്സിലായോ? Next, there are 51 apples in this basket and here we have 1 apple. If you add this apple with
these 51 apples, we will get 52 in this basket. Then write number 52 in this basket. 5 to 52. ഈ ബാസ്ക്കറ്റിൽ 51 ആപ്പിളുകളുണ്ട്. ഇവിടെ ഒരാപ്പിളും. ഈ 51 ആപ്പിളിൻ്റെ കൂടെ ഒരാപ്പിളും കൂടെ കൂട്ടുമ്പോൾ 52 ആകും, 52 ആകും. അപ്പോൾ ഈ ബാസ്ക്കറ്റിൽ എത്ര ആപ്പിളുകളുണ്ട്? 52. 52 എന്ന് ഈ ബാസ്ക്കറ്റിൽ എഴുതണം, ഇവിടെ എഴുതണം. നെക്സ്റ്റ്, there are 52 apples in this basket and here we have one apple. If you added this apple with these 52 apples in this basket, then write 53 in this basket. 53. Then write number 53 in this basket. ഈ ബാസ്ക്കറ്റിൽ, ഈ കുട്ടയിൽ 52 ആപ്പിളുകളുണ്ട്. ഇവിടെ ഒരാപ്പിളും. ഈ 52 ആപ്പിളിൻ്റെ കൂടെ ഈ ഒരാപ്പിളും കൂടെ കൂട്ടുമ്പോൾ എത്ര ആപ്പിളുകളായി? ഈ കുട്ടയിൽ എത്ര ആപ്പിളുകൾ വന്നു? 53. 53 ആപ്പിൾസ് ഇവിടെ കിട്ടി. നമ്മളപ്പോൾ 53 എന്ന് ഇവിടെ എഴുതണം. നെക്സ്റ്റ്, there are 53 apples in this basket and here we have one apple. If you added this apple with these 53 apples, we will get 54 in this basket. Then write number 54 in this basket. 5, 4, 54 in this basket. ഇവിടെ ഈ ബാസ്ക്കറ്റിൽ, ഈ കുട്ടയിൽ 53 ആപ്പിളുകളുണ്ട്. ഇവിടെ ഒരാപ്പിളും. ഈ 53 ആപ്പിളിൻ്റെ കൂടെ ഈ ഒരാപ്പിളും കൂടെ കൂട്ടുമ്പോൾ എത്ര ആപ്പിളുകളായി ഈ കുട്ടയിൽ? 54. 54 ആപ്പിളുകൾ നമുക്ക് കിട്ടി. അപ്പോൾ 54 എന്ന് ഇവിടെ എഴുതണം. നെക്സ്റ്റ്, there are 54 apples in this basket and here we have one apple. If you added this apple with these 54 apples, we will get 55 apples in this basket. Then write number 55. 5, 5, 55 in this basket. ഈ കുട്ടയിൽ 54 ആപ്പിളുകളുണ്ട്. ഇവിടെ ഒരാപ്പിളും. ഈ 54 ആപ്പിളിൻ്റെ കൂടെ ഒരാപ്പിളും കൂടെ കൂട്ടിയാൽ എത്ര ആപ്പിളുകളാകും? 55. ഈ കുട്ടയിൽ അപ്പോൾ എത്ര ആപ്പിളുകളുണ്ട്? 55 ആപ്പിൾസ് അല്ലേ? അപ്പോൾ ഇവിടെ 55 എന്ന് എഴുതണം. There are 55 apples in this basket and here we have one apple. If you added this apple with these 55 apples, we will get 56 apples in this basket. Then write number 56 in this basket. 5, 6, 56. ഈ കുട്ടയിൽ 55 ആപ്പിളുകളുണ്ട്. ഇവിടെ ഒരാപ്പിളും. ഈ 55 ആപ്പിളിൻ്റെ കൂടെ ഒരാപ്പിളും കൂടെ കൂട്ടുമ്പോൾ എത്ര ആപ്പിളുകൾ കിട്ടും? 56 ആപ്പിളുകൾ ഈ കുട്ടയിൽ കിട്ടും. എന്നിട്ട് 56, 56 എന്നുള്ളത് ഇവിടെ എഴുതണം. നെക്സ്റ്റ്, there are 56 apples in this basket and here we have one apple. If you added this apple with these 56 apples, we will get 57 apples in this basket. Then write number 57 in this basket. 5, 7, 57. ഈ കുട്ടയിൽ 56 ആപ്പിളുകളുണ്ട്. ഇവിടെ ഒരാപ്പിളും. ഈ 56 ആപ്പിളിൻ്റെ കൂടെ ഒരാപ്പിളും കൂടെ കൂട്ടുമ്പോൾ ഇവിടെ എത്ര ആപ്പിളുകൾ നമുക്ക് ഈ കുട്ടയിൽ കിട്ടും? 57. 57 ആപ്പിൾസ് നമുക്ക് കിട്ടും. അപ്പോൾ ഇവിടെ എന്ത് എഴുതണം? 57 എന്ന് എഴുതണം. Then next, there are 57 apples
in this basket. And here we have one apple. If you added this apple with these 57 apples, we will get 58 apples in this basket. Then write number 58 in this basket. 5, 8, 58. ഈ കുട്ടയിൽ 57 ആപ്പിളുകളുണ്ട്. ഇവിടെ ഒരാപ്പിളും. ഈ 57 ആപ്പിളിൻ്റെ കൂടെ ഒരാപ്പിളും കൂടെ കൂട്ടിയാൽ എത്ര ആപ്പിളുകൾ ബാസ്ക്കറ്റിൽ കിട്ടും? 58. 58 ആപ്പിൾസ് ഇവിടെ കിട്ടും. എന്നിട്ട് 58 എന്ന് ഈ ബോക്സിൽ ഈ കുട്ടിയുടെ താഴെ എഴുതണം. നെക്സ്റ്റ്, there are 58 apples in this basket. And here we have one apple. If you added this apple with these 58 apples, we will get 59 apples in this basket. Then write number 59 in this basket. 5, 9, 59. ഈ കുട്ടയിൽ 58 ആപ്പിളുകളുണ്ട്. ഇവിടെ ഒരാപ്പിളും. ഈ 58 ആപ്പിളിൻ്റെ കൂടെ ഒരാപ്പിളും കൂടെ കൂട്ടുമ്പോൾ എത്ര ആപ്പിളുകൾ കിട്ടും? 59. 59 ആപ്പിൾസ് ഈ ബാസ്ക്കറ്റിൽ കിട്ടും. 59, 59 എന്ന് ഈ ബാസ്ക്കറ്റ് ഇവിടെ എഴുതുക. Then write there are 59 apples in this basket. And here we have one apple. If you added this apple with these 59 apples, we will get 60 apples in this basket. Then write number 60, 60, 60 in this basket. ഈ കുട്ടയിൽ 59 ആപ്പിളുകളുണ്ട്. ഇവിടെ ഒരാപ്പിളും. ഈ 59 ആപ്പിളിൻ്റെ കൂടെ ഒരാപ്പിളും കൂടെ കൂട്ടുമ്പോൾ എത്ര ആപ്പിളുകളായി? 60, 60 ആപ്പിൾസ് ഈ ബാസ്ക്കറ്റിൽ നമുക്ക് കിട്ടും. 60 എന്ന് ഇവിടെ എഴുതുക. മനസ്സിലായോ എല്ലാവർക്കും? Then take another page, write and practice these numbers. Here we have numbers 50 to 60. Then write numbers 50 to 60 in this page. Then take another page, write and practice these numbers. Here we have numbers 61 to 70. Then write numbers 61 to 70 in this page. Then take another page, my writing word. Write number 51 to 60 in this page. Then next page, my writing word. Then write 61 to 70 in this page. Added one more and get the next number. ഏതൊരു സംഖ്യയുടെ കൂടെയും ഒന്ന് കൂട്ടിയാൽ അടുത്ത സംഖ്യ കിട്ടും. നമ്മൾ 50 മുതൽ 70 വരെയുള്ള നമ്പേഴ്സ് പഠിച്ചു കഴിഞ്ഞല്ലോ. അപ്പോൾ നമുക്ക് ഇത് ഈസി ആയിട്ട് ചെയ്യാനായിട്ട് സാധിക്കും. 50 + 1 = 51. 51 + 1 = 52. 52 + 1 = 53. 53 + 1 = 54. 54 + 1 = 55. 55 + 1 = 56. 56 + 1 = 57. 57 + 1 = 58. 58 + 1 = 59. 59 + 1 = 60. 60 + 1 = 61. 61 + 1 = 62. 62 + 1 = 63. 63 + 1 = 64. 64 + 1 = 65. 65 + 1 = 66. 66 + 1 = 67. 67 + 1 = 68. 68 + 1 =
69. 69 plus 1 equal 70. Understood? എല്ലാവർക്കും മനസ്സിലായല്ലോ? Then next, write the next 3 numbers. ഇവിടെ തന്നിരിക്കുന്ന നമ്പറുകളിലെ തൊട്ടടുത്ത 3 നമ്പേഴ്സ് എഴുതണം. 50. 50 after 51. 51 after 52. 52 after 53. Then next, 54. 54 after 55. 55 after 56. 56 after 57. 58. 58 after 59. 59 after 60. 60 after 61. 62. 62 after 63. 63 after 64. 64 after 65. Next, 66. 66 after 67. 67 after 68. 68 after 69. 69. 69 after 70. 70 after 71. 71 after 72. ഇതുപോലെ ഈ ബോക്സുകളിൽ എഴുതണം.